ഹോർമുസ് കടലിടുക്കിനു വേണ്ടിയുള്ള പോരാട്ടം അതിശക്തം. അമേരിക്ക 7ാം രാത്രിയിലും ഇറാന് നേരെ അതിശക്തമായ ആക്രമണങ്ങൾ തുടർന്നു. ശനിയാഴ്ച അമേരിക്ക ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾക്കാണ് മുൻതൂക്കം നൽകിയത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ വീണ്ടും ബോംബാക്രമണങ്ങൾക്കുള്ള ഉത്തരവിട്ടു. ഇതിനിടയിൽ ഡസൻ കണക്കിന് അധിക ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങൾ ഇസ്രയേലിലേക്ക് മാറ്റുന്നതായി റിപ്പോർട്ടുകൾ. ഇസ്രയേലും വലിയ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. കടലിടുക്കിന്റെ നിയന്ത്രണം ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങളാണ് ഒരു വശത്ത് അമേരിക്കയും മറുവശത്ത് ഇറാനും നടത്തുന്നത്. ഇറാൻ അതിശക്തമായ ആക്രമണങ്ങൾക്ക് ഇന്നലെ മുതിർന്നു. ശനിയാഴ്ച രാവിലെ US സെൻട്രൽ കമാൻഡ് പറഞ്ഞത് തുടർച്ചയായ 7ാം രാത്രിയിൽ നടത്തിയ ആക്രമണങ്ങളിൽ നിരീക്ഷണ കേന്ദ്രങ്ങൾ, സൈനിക ലോജിസ്റ്റിക് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ തകർത്തുവെന്നാണ്. നിരവധി ഭൂഗർഭ ആയുധ സംഭരണശാലകളും സമുദ്രശേഷികളും തകർത്തവയിൽ ഉൾപ്പെടുന്നു. എന്നാൽ ഗൾഫ് മേഖലയെ ഏറെ ആശങ്കപ്പെടുത്തിക്കൊണ്ട് കുവൈറ്റ് വ്യോമമേഖലയ്ക്ക് നേരെ അതിശക്തമായ ആക്രമണങ്ങൾ ഇറാൻ തൊടുത്തു. ഇറാനിയൻ മിസൈലുകളും ഡ്രോണുകളും തങ്ങൾ പ്രതിരോധിച്ചു എന്നാണ് കുവൈറ്റ് വ്യക്തമാക്കുന്നത്. രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇറാനിയൻ മിസൈലുകൾ വീഴ്ത്തി എന്ന് ജോർദാൻ സർക്കാർ പറയുന്നു. ബഹ്റിനിലും വ്യാപകമായ ആക്രമണങ്ങൾക്കാണ് ഇപ്പോൾ ഇറാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്. ഇറാനിയൻ ആക്രമണങ്ങളെ തുടർന്ന് കുവൈറ്റിലെ വൈദ്യുതി ജലശുദ്ധീകരണ പ്ലാന്റുകൾക്ക് തീപിടിച്ചു. ഇറാനിൽ നിന്നുള്ള മിസൈൽ ഡ്രോൺ ഭീഷണികളെ തുടർന്ന് കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായി നിർത്തിവെച്ചു. കുവൈറ്റ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ വൈദ്യുതി ഉൽപാദന ജലശുദ്ധീകരണ പ്ലാന്റുകൾക്ക് നേരെ ആക്രമണമുണ്ടായി എന്ന് ഗൾഫ് രാജ്യങ്ങൾ പറയുന്നു. ആക്രമണങ്ങളെ തുടർന്ന് കുവൈറ്റിലുള്ള നിരവധി വൈദ്യുതി ഉൽപാദന യൂണിറ്റുകൾ അടച്ചുപൂട്ടി. തീ നിയന്ത്രണ വിധേയമാക്കാനും പ്രവർത്തനങ്ങൾ പുനഃസ്ഥാപിക്കാനും അക്ഷീണമായി പ്രവർത്തിക്കുന്നുവെന്നാണ് കുവൈറ്റ് പറയുന്നത്. കുവൈറ്റിലെ പ്രധാന അമേരിക്കൻ സേനാ കേന്ദ്രത്തിന് നേർക്കും ആക്രമണം നടത്തി ഇറാൻ. ഇതിനിടയിൽ ബഹ്റിനിലെ ഷെയ്ഖ് ഇസ വ്യോമതാവളത്തിൽ US യുദ്ധവിമാനങ്ങൾ നിലയുറപ്പിച്ചിരുന്ന സ്ഥലവും ആക്രമണ വിധേയമായി. തുടർച്ചയായ US സൈനിക നടപടികൾക്കുള്ള തങ്ങളുടെ പ്രത്യാക്രമണമാണ് ഗൾഫ് മേഖലയിൽ ഇപ്പോൾ നടക്കുന്നത് എന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് വിശദീകരിക്കുന്നു. US സൈന്യത്തിന്റെ ക്രൂരത തടയാൻ ഒരു അന്താരാഷ്ട്ര സ്ഥാപനവും ഇപ്പോൾ മുന്നോട്ട് വരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ നടത്തുന്നതിനേക്കാൾ പ്രാകൃതമായ രീതിയിൽ ആക്രമിക്കുക മാത്രമാണ് തങ്ങളുടെ മുന്നിലുള്ള പോംവഴി. നിങ്ങളെ ആരാക്രമിച്ചാലും അതേ രീതിയിൽ ആക്രമിക്കുക എന്ന ഖുറാനിക കൽപ്പന ഒഴികെ ഞങ്ങളുടെ മുന്നിൽ മറ്റു മാർഗമില്ല എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. ഗൾഫ് മേഖലയിലെ വ്യോമമേഖല പൂർണ്ണമായി സ്തംഭിക്കുന്ന കാഴ്ചയാണ് മറുവശത്ത്. എപ്പോൾ വേണമെങ്കിലും വ്യോമമേഖല അടച്ചുപൂട്ടാം. ഇതോടെ കേരളത്തിലേക്ക് അവധിക്കടക്കം പുറപ്പെടാൻ ഉദ്ദേശിച്ചിരുന്ന പ്രവാസ ലോകം ഇപ്പോൾ ഞെട്ടലിലാണ്. വെള്ളിയാഴ്ച വൈകിട്ട് ഇരുപക്ഷവും ഗൾഫിലെ സമുദ്രപാതകളുടെ നേർക്കും സംഘർഷം വ്യാപിപ്പിച്ചിരുന്നു. ഏതുവിധേനയും ഇറാന് നേർക്കുള്ള നാവിക ഉപരോധം തങ്ങൾ തുടരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിക്കുന്നു. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്ക നടത്തിയ ആക്രമണങ്ങളിൽ ഡസൻ കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു എന്ന് ഇറാൻ സ്ഥിരീകരിച്ചു. 100 കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റു. വ്യാഴാഴ്ച വൈകിട്ട് അമേരിക്കൻ ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ട്രംപ് പറഞ്ഞു, യുദ്ധം നന്നായി പുരോഗമിക്കുന്നു. ഇറാനിൽ നമ്മൾ വലിയ വിജയം കൊയ്യും. അധ്വാനത്തിന്റെ ഫലം വേഗം നിങ്ങൾ കാണും. യുദ്ധം അമേരിക്ക വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന സൂചനകൾ ഇപ്പോൾ ശക്തമാണ്. അതിന്റെ ഭാഗമായി നിരവധി ഇന്ധനം നിറയ്ക്കൽ വിമാനങ്ങൾ ഇസ്രയേലിലേക്ക് പറക്കുന്നു. ഇസ്രയേൽ ആസ്ഥാനമാക്കി ഡസൻ കണക്കിന് യുദ്ധവിമാനങ്ങളാണ് ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇറാനിൽ വ്യാപകമായ ആക്രമണങ്ങളാണ് അമേരിക്കൻ സേന ഇപ്പോൾ ലക്ഷ്യമിടുന്നതും നടത്തുന്നതും. അമേരിക്ക നടത്തുന്ന ആക്രമണങ്ങളിൽ ഇതുവരെ ഇസ്രയേലിന്റെ പങ്കാളിത്തമില്ല. എന്നാൽ എപ്പോൾ വേണമെങ്കിലും ഇസ്രയേൽ യുദ്ധമുന്നണിയിലേക്ക് കടന്നു വരാം. അമേരിക്കയുമായുള്ള ഈ സംഘർഷങ്ങൾക്കിടയിൽ വിശാലമായ ഒരു സംഘടനത്തിന് തങ്ങൾ തയ്യാറെടുക്കുന്നുവെന്നാണ് ഇറാൻ പറയുന്നത്. അമേരിക്കൻ സഖ്യരാജ്യങ്ങൾക്ക് നേരെ ശക്തമായ ആക്രമണം തുടർന്നാൽ ഈ യുദ്ധത്തിലേക്ക് ഇസ്രയേലും പെട്ടെന്ന് കടന്നുവരും. ബെൻഗുരിയോൺ വിമാനത്താവളത്തിലാണ് നിലവിൽ 33 US ഏരിയൽ ഇന്ധനം നിറയ്ക്കുന്ന ടാങ്കറുകൾ പാർക്ക് ചെയ്തിരിക്കുന്നത്. US സൈനിക വിമാനങ്ങൾ ഇസ്രയേലിന്റെ സൈനിക താവളങ്ങളിൽ ഇറക്കുമെന്ന വാർത്ത ഇന്ന് രാവിലെ തന്നെ കേട്ടിരുന്നു. ഇതിനെ തുടർന്ന് ബെൻഗുരിയോൺ വിമാനത്താവളത്തിന്റെ പൂർണ്ണ സുരക്ഷ സെൻകോം ഏറ്റെടുത്തു. ഇസ്രയേലിലേക്ക് പോകുന്ന അധിക വിമാനങ്ങൾ ബെൻഗുരിയോൺ വിമാനത്താവളത്തിലല്ല, മറിച്ച് വ്യോമസേനാ താവളങ്ങളിലായിരിക്കും ഇറങ്ങുകയെന്ന് അമേരിക്ക വ്യക്തമാക്കുന്നു. നിലവിലുള്ള ആക്രമണങ്ങൾ കടുപ്പിക്കുകയാണ് അമേരിക്കയുടെ ലക്ഷ്യം. മറ്റ് ആസ്തികൾക്ക് പുറമെ US യുദ്ധവിമാനങ്ങൾ, ആകാശ ഡ്രോണുകൾ, യുദ്ധക്കപ്പലുകൾ എന്നിവ ശക്തമായ തലത്തിൽ യുദ്ധത്തിന് ഉപയോഗിക്കുകയാണ് അമേരിക്ക. 50,000-ലധികം വരുന്ന അമേരിക്കൻ സേനാംഗങ്ങൾ മിഡിൽ ഈസ്റ്റിൽ ഉടനീളം നിലയുറപ്പിച്ചിരിക്കുന്നു.
അവർ ഏറ്റവും ജാഗ്രതയോടെ മാരകമായ ആക്രമണങ്ങൾക്കാണ് ഇപ്പോൾ തയ്യാറെടുപ്പ് നടത്തുന്നത്. തെക്കൻ ഇറാനിയൻ നഗരമായ ജാസ്കിലെ വൈദ്യുതി പ്ലാന്റുകൾക്ക് നേരെയും ജലശുദ്ധീകരണ പ്ലാന്റുകൾക്ക് നേരെയും നിരവധി ആക്രമണങ്ങൾ അമേരിക്ക നടത്തി. എന്നാൽ ഷിപ്പിംഗ് ഗതാഗത നിയമങ്ങൾ ലംഘിക്കുന്ന 4 കപ്പലുകൾക്ക് നേരെ തങ്ങൾ മിസൈൽ ആക്രമണം നടത്തി എന്നാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അവകാശപ്പെടുന്നത്. കടലിടുക്കിന് തെക്കുവശത്തുകൂടി കടന്നുപോയ 2 എണ്ണ ടാങ്കറുകൾ പൊട്ടിത്തെറിച്ചു എന്നും ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പറയുന്നു. തങ്ങൾ വിതറിയ മൈനുകൾ തട്ടിയാണ് ഈ എണ്ണ ടാങ്കറുകൾ പൊട്ടിത്തെറിച്ചത്. എന്നാൽ ഇത്തരം വാർത്തകളൊന്നും അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് അമേരിക്കയുടെ നിലപാട്. വെള്ളിയാഴ്ച US നടത്തിയ ആക്രമണങ്ങളിൽ ദക്ഷിണ ഇറാനിയൻ പ്രവിശ്യയിൽ കുറഞ്ഞത് 5 പാലങ്ങളെങ്കിലും തകർന്നുവെന്നാണ് പ്രാദേശിക മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. തെക്കൻ തുറമുഖമായ ഖന്ദർ ഖമീറിലെ പാലങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ 7 പേർ കൊല്ലപ്പെട്ടു. അവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ അടക്കം സ്ഫോടനത്തിൽ തകർന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. പാകിസ്ഥാൻ അതിർത്തിയിലുള്ള ഒരു പ്രവിശ്യയിലെ വിമാനത്താവളത്തിന് നേർക്കും ആക്രമണമുണ്ടായി. വെള്ളിയാഴ്ച US നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഇറാനു നേരെ ആദ്യമായി വൈദ്യുതി അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണം നടന്നത്. തെക്കൻ പ്രവിശ്യയിലെ ജനങ്ങൾ അതിശക്തമായ ചൂട് അനുഭവിക്കുന്നുവെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ. ബഹ്റിൻ, ഖത്തർ, കുവൈറ്റ്, ജോർദാൻ എന്നിവയുൾപ്പെടെ US വ്യോമതാവളങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾക്ക് നേരെ ഇപ്പോൾ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നു ഇറാൻ. സൗദി അറേബ്യയുടെ സിവിൽ ഡിഫൻസ് കുറഞ്ഞത് 2 സ്ഥലങ്ങളിലെങ്കിലും അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നു. കുവൈറ്റിൽ അലി അദിരി ക്യാമ്പിൽ ഒരു വെടിമരുന്ന് ഡിപ്പോ, അലി അൽ സലേം ബേസിലെ ആസ്ഥാന കെട്ടിടങ്ങൾ, വെടിമരുന്ന് ഡിപ്പോകൾ എന്നിവയ്ക്ക് നേരെ ഡ്രോൺ ആക്രമണമുണ്ടായി. ഇറാന്റെ ഡ്രോൺ ആക്രമണങ്ങൾക്ക് തക്കതായ മറുപടി നൽകുമെന്നാണ് കുവൈറ്റ് വ്യക്തമാക്കുന്നത്. ഇറാനിയൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ തുടർന്നാണ് കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങൾ നിലച്ചത്. മറ്റു രാജ്യങ്ങളും തങ്ങളുടെ വ്യോമ മേഖല കുട്ടിയടച്ചാൽ അത് യാത്രക്കാർക്ക് വലിയ ദുരിതമായി മാറും. ബഹ്റിനിലെ ഷെയ്ഖിസ വ്യോമതാവളവും ഇറാൻ ലക്ഷ്യമിട്ടു. ജോർദാനിലെ US സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയെന്ന് ഇറാൻ ഔദ്യോഗികമായി അറിയിച്ചു. ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തി എന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പറയുന്നു. യുദ്ധം ഏറ്റവും തീവ്രമായ തലത്തിലേക്ക് കടന്നിരിക്കുന്നു. അതിനൊപ്പം വ്യോമമേഖല പൂർണ്ണമായും നിശ്ചലമാകുമോ എന്ന ഭയം ലോകത്തിന്. പ്രവാസ ലോകം തികച്ചും ആശങ്കയിലാണ്. ഓരോ മണിക്കൂറിലും കൂടുതൽ യുദ്ധവാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.